ഇളയ തമ്പുരാൻ ആര്യൻ ദേവിൻ്റെ പിറന്നാളായിരുന്നു അന്ന്. നടുമുറ്റം നിറയെ ബന്ധുക്കളും അതിഥികളും കളിച്ചിരികളും പാട്ടും മേളവും ചേർന്ന് കോവിലുമാകെ ഉത്സവ പ്രതീതിയിലായിരുന്നു. സ്വർണ്ണക്കരയുള്ള വെളുത്ത മുണ്ടും കസവങ്കിയും ധരിച്ചു നിന്ന ആര്യൻ എല്ലാവരെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുകയായിരുന്നു. താടിയും മീശയും ചേർന്ന ആ മുഖത്തെ രാജകീയമായ സൗന്ദര്യം കണ്ട് അവിടെയുണ്ടായിരുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ അവനിൽ തന്നെ തങ്ങി നിന്നു. അവൻ്റെ മുറപ്പെണ്ണുങ്ങളെല്ലാം അന്ന് എത്തിയിരുന്നു. ആര്യേട്ട, പിറന്നാൾ ആശംസകൾ. ഒരാൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ചിരിച്ചു. ഇന്നെങ്കിലും ഞങ്ങളോടൊപ്പം മുഴുവൻ സമയം വേണം കേട്ടോ, മറ്റൊരാൾ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. ചിരിച്ചും കളിയാക്കിയും ഓരോരുത്തരും അവനെ ചുറ്റി നിന്നു. അല്പം മാറി നിന്നുകൊണ്ട് ഇതെല്ലാം കാണുകയായിരുന്നു മുല്ല. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി എപ്പോഴും മാഞ്ഞു പോയിരുന്നു. കാരണം ആര്യൻ്റെ ചുറ്റും ഇങ്ങനെ പെൺകുട്ടികൾ നിൽക്കുന്നത് ആദ്യമായാണ് അവൾ കാണുന്നത്. അവൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു കുശുമ്പ് പതിയെ തലപൊക്കി. എന്തിനാ എല്ലാവരോടും ഇങ്ങനെ ചിരിക്കുന്നത്? എന്തിനാ എല്ലാവരോടും ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്? സ്വന്തം മനസ്സിനോട് തന്നെ അവൾ പിണങ്ങി. പക്ഷേ ആര്യൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ തേടിയെത്തുന്നുണ്ടായിരുന്നു. മുല്ല മുഖം വീർപ്പിച്ച് നിൽക്കുന്നതും അവളുടെ കണ്ണുകളിലെ കുശുമ്പും അവൻ വ്യക്തമായി കണ്ടു. അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ മുല്ലപ്പൂവിന് ഇത്രയും കുശുമ്പാണോ? അവൻ മനസ്സിൽ ചിരിച്ചു. സമ്മാനങ്ങൾ നൽകുന്ന സമയമായതും ബന്ധുക്കൾ ഓരോരുത്തരായി ആര്യൻ്റെ മുന്നിലെത്തി. വില കൂടിയ കൈഘടികാരങ്ങൾ, സ്വർണ്ണപ്പേനകൾ, പട്ടുവസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ, അങ്ങനെ ഓരോ സമ്മാനവും സ്വീകരിക്കുമ്പോൾ എല്ലാവരും അവനൊപ്പം ചേർന്ന് നിന്നു. ഇതെല്ലാം കണ്ടു നിന്ന മുല്ലയുടെ കണ്ണുകൾ പതിയെ താഴ്ന്നു. അവളുടെ കൈകൾ ശൂന്യമായിരുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ആ ചിന്ത അവളുടെ ഹൃദയത്തെ ചെറുതായി വേദനിപ്പിച്ചു. എന്നാൽ അവളുടെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ആരും അറിയാതെ ദിവസങ്ങളായി സൂക്ഷിച്ചു വെച്ചിരുന്ന മനോഹരമായൊരു വലിയ മയിൽപ്പീലി. ആര്യൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മയിൽപ്പീലിക്ക് ഭാഗ്യം കൊണ്ടുവരാനുള്ള ശക്തിയുണ്ടെന്ന്. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ വാക്ക് മനസ്സിൽ സൂക്ഷിച്ചാണ് അവൾ ആ പീലി കരുതി വെച്ചത്. ഇന്ന് അതവന് കൊടുക്കണമെന്ന് അവൾ തീരുമാനിച്ചു. രാത്രിയായപ്പോൾ ആഘോഷങ്ങളുടെ തിരക്കൊക്കെ പതിയെ അവസാനിച്ചു. എല്ലാവരും ഓരോരുത്തരായി പിരിഞ്ഞുപോയി. കയ്യിൽ മയിൽപ്പീലി മുറുകെ പിടിച്ച് ആരും കാണാതെ മുല്ല പതിയെ ആ കോവിലകത്തിൻ്റെ മുകളിലേക്കുള്ള പടി കയറി. അവളുടെ ഹൃദയം ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു. ഇത് കൊടുത്തിട്ട് ഉടനെ തിരികെ പോവണം, അവൾ മനസ്സിൽ പറഞ്ഞു. ആര്യൻ്റെ മുറിയുടെ വാതിലിനരികിലെത്തിയപ്പോൾ അകത്ത് നിന്ന് സംസാര ശബ്ദം കേട്ടു. മുല്ല അറിയാതെ നിശ്ചലമായി. അത് ആര്യൻ്റെ ശബ്ദമായിരുന്നു. മറ്റേത് പാർവതിയുടെ, അവൻ്റെ മുറപ്പെണ്ണ്. വാതിൽ പൂർണ്ണമായി അടഞ്ഞിരുന്നില്ല. ചെറിയൊരു വിടവിലൂടെ അവരുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് ഒഴുകിയെത്തി. ആര്യ. പാർവതിയുടെ ശബ്ദം നേരിയ വിറയലോടെയായിരുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മുല്ലയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായതുപോലെ തോന്നി. അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നു. അകത്ത് പാർവതി തുടർന്നു. കുട്ടിക്കാലം മുതൽ നിന്നെ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായി കണ്ടിട്ടുള്ളത്. ആ വാക്കുകൾ ഓരോന്നും മുല്ലയുടെ നെഞ്ചിൽ കൂരമ്പുകളായി തറഞ്ഞിറങ്ങി. അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന മയിൽപ്പീലി വിറയ്ക്കുന്ന വിരലുകൾക്കിടയിൽ അമർന്നു പോയി. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവൾക്കായില്ല. നിശബ്ദമായി ആരും കാണാതെ അവൾ തിരിഞ്ഞു നടന്നു. ഓരോ ചുവടും അവൾക്ക് ഭാരമായി തോന്നി. കണ്ണുനീർ കാഴ്ചയെ മങ്ങിച്ചുകൊണ്ടിരുന്നു. കോവിലകത്തിൻ്റെ നീണ്ട ഇടനാഴികൾ കടന്ന് പടികൾ ഇറങ്ങി. ആരും ശ്രദ്ധിക്കാത്ത വഴിയിലൂടെ അവൾ നടന്നെത്തിയത് തറവാട്ടുകുളത്തിൻ്റെ പടവുകളിലേക്കായിരുന്നു. പൂർണ്ണചന്ദ്രൻ്റെ വെള്ളിനിലാവ് കുളത്തിലെ വെള്ളത്തിൽ വെള്ളത്തരികൾ വിതറിയിരുന്നു. ആ പടവിൽ പതിയെ ഇരുന്ന മുല്ല കയ്യിലുണ്ടായിരുന്ന മയിൽപ്പീലിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ മാത്രമാണ് അവളുടെ കവിളിലൂടെ ആദ്യത്തെ കണ്ണുനീർ തുള്ളി നിശബ്ദമായി ഉരുണ്ടു വീണത്. അവളുടെ മനസ്സൊരു ചോദ്യം മാത്രം ആവർത്തിച്ചു കൊണ്ടിരുന്നു. എൻ്റെ തമ്പുരാൻ ഇനി എൻ്റേതാവില്ലേ? കുളത്തിൻ്റെ വെള്ളത്തിൽ പൂർണ്ണചന്ദ്രൻ്റെ പ്രതിബിംബം മെല്ലെ ഇളകിക്കൊണ്ടിരുന്നു. ഇളങ്കാറ്റിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഒഴുകിയെത്തി. പടവിൽ ഒറ്റയ്ക്കിരിക്കുന്ന മുല്ലയുടെ കണ്ണുനീർ നിർത്താനാകുന്നില്ലായിരുന്നു. അവളുടെ വിരലുകൾക്കിടയിൽ ഇപ്പോഴും ആ മയിൽപ്പീലി ഉണ്ടായിരുന്നു. ഓരോ കണ്ണുനീർ തുള്ളിയും അതിൻ്റെ മൃദുലമായ ഇഴകളിൽ വീണ് നനഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്നും പരിചിതമായൊരു ശബ്ദം കേൾക്കുന്നത്. മുല്ലപ്പൂവേ. ആ വിളി കേട്ടതും അവളുടെ ഹൃദയം ഒന്ന് പിഴഞ്ഞു.
എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അല്പനേരം കഴിഞ്ഞ് ആര്യന്റെ ചുവടുകൾ അവളുടെ അരികിലെത്തി നിന്നു. കോവിലമാകെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ. മറുപടി ഒന്നുമില്ല. എന്തിനാ എൻ്റെ മുല്ലപ്പൂവ് കരയുന്നേ? ആര്യൻ മൃദുവായി ചോദിച്ചു. മുല്ല കണ്ണുനീർ തുടക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല തമ്പുരാനെ. അവളുടെ ശബ്ദം പൊട്ടിപ്പോയിരുന്നു. ആര്യൻ പതിയെ അവളുടെ മുന്നിലേക്ക് വന്ന് കുനിഞ്ഞിരുന്നു. എന്നെ നോക്ക്. അവൾ തല കുലുക്കി. ഇല്ല, നോക്കുമില്ല. ആ സ്വരത്തിൽ നിർബന്ധത്തേക്കാൾ സ്നേഹമായിരുന്നു. പതിയെ അവൾ മിഴികൾ ഉയർത്തി. കണ്ണുകൾ മുഴുവനും ചുവന്നിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ആര്യന്റെ ഹൃദയം വേദനിച്ചു. ആരാണ് എൻ്റെ മുല്ലപ്പൂവിനെ കരയിച്ചത്? അവൾ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു തകർന്ന പുഞ്ചിരിയായിരുന്നു. ആരുമില്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. പാർവതി തമ്പുരാന്റെ മുറപ്പെണ്ണാണല്ലേ? ആര്യൻ അമ്പരന്നു. അതെ, അതിനെന്താ? മുല്ല ചിരിച്ചുകൊണ്ട് കരഞ്ഞു. അവള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അവളുടെ വാക്കുകൾ കേട്ട് ആര്യന്റെ മുഖം ഗൗരവമായി. അതുകൊണ്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? മുല്ല തല കുനിച്ചു. എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്ന മയിൽപ്പീലി അവൾ അവനെ കാണിച്ചു. ഇത് ഞാൻ തമ്പുരാന് തരാൻ വേണ്ടി വന്നതായിരുന്നു. ആര്യൻ പതിയെ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഇത് എനിക്കായിരുന്നോ? ആര്യൻ ചോദിച്ചു. അവൾ പതിയെ തലയാട്ടി. എൻ്റെ കയ്യിൽ വില കൂടിയ സമ്മാനങ്ങളൊന്നുമില്ല. ഞാനൊരു പാവപ്പെട്ട പൂന്തോട്ടക്കാരൻ്റെ മകളല്ലേ. അതുകൊണ്ട്? അന്നേരം അവളുടെ ശബ്ദം വീണ്ടും ഇടറി. നിങ്ങളൊക്കെ വലിയവരാ, ഞങ്ങൾ പാവങ്ങളും. തമ്പുരാനെ മോഹിക്കാൻ എനിക്ക് അർഹതയില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം ആര്യന്റെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു. അവൻ പതിയെ അവളുടെ തോളുകളിൽ കൈവച്ചു. ഇതാരാ നിന്നോട് പറഞ്ഞേ? ഞാൻ പറഞ്ഞ സത്യമല്ല തമ്പുരാനെ. അല്ല. ആര്യന്റെ സ്വരം ഉറച്ചതായിരുന്നു. ഈ ലോകത്ത് മനുഷ്യരെ അളക്കുന്നത് അവരുടെ ജന്മം കൊണ്ടല്ല, അവരുടെ ഹൃദയം കൊണ്ടാ. മുല്ല ഒന്നും പറഞ്ഞില്ല. നീ പൂന്തോട്ടക്കാരിയുടെ മകളായിരിക്കാം, ഞാൻ കോവിലകത്തെ ഇളയ തമ്പുരാനുമായിരിക്കാം. പക്ഷേ അവൻ അവളുടെ നെഞ്ചിൽ വിരൽ ചൂണ്ടി. ഇവിടെ ഈ ഹൃദയത്തിൽ നിന്നേക്കാൾ വലിയ സ്ഥാനമുള്ള മറ്റാരുമില്ല. മുല്ലയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ പാർവതി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആര്യൻ ശാന്തമായി പറഞ്ഞു. പക്ഷേ ഞാനൊരിക്കലും അവളെ അങ്ങനെ കണ്ടിട്ടില്ല. മുല്ല വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. എൻ്റെ മനസ്സിൽ ആദ്യമായും അവസാനമായും ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവൻ പതിയെ അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചു. മുല്ലപ്പൂവിൻ്റെ മണം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടി, എന്നെ തമ്പുരാനെന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് നടന്നു വന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരാണ്. അവൻ പുഞ്ചിരിച്ചു. മുല്ല. ആ പേര് കേട്ടതും അവളുടെ കണ്ണുനീർ വീണ്ടും ഒഴുകി. പക്ഷേ ഇത്തവണ അത് ദുഃഖത്തിൻ്റെതായിരുന്നില്ല. ആര്യൻ അവളുടെ കൈകൾ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. അതിനുശേഷം ആ മയിൽപ്പീലി തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചു. ഇത് ഞാൻ ജീവൻ പോലെ സൂക്ഷിക്കും. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ഇനി നീ മറ്റൊരു കാര്യം കൂടി കേൾക്കണം. മുല്ല നിശബ്ദമായി നിന്നു. ആര്യൻ തൻ്റെ വലത് കൈ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇടത് കൈ നെഞ്ചിൽ വെച്ചു. ചന്ദ്രപ്രകാശവും കുളത്തിലെ ഓളങ്ങളും സാക്ഷിയായി അവൻ പതുക്കെ പറഞ്ഞു. മുല്ല, ഈ ആര്യൻ ദേവ് ഒരു വാക്ക് തരികയാണ്. ഈ ജന്മത്തിൽ എൻ്റെ പാതി നീയാണ്. കാലം എത്ര മാറിയാലും വിധി എത്ര പരീക്ഷിച്ചാലും നിന്നെയല്ലാതെ മറ്റാരെയും ഞാൻ എൻ്റെ ജീവിത സഖിയായി സ്വീകരിക്കില്ല. അവൻ ഒരു നിമിഷം നിർത്തി. ശേഷം കൂടുതൽ ഉറച്ച സ്വരത്തിൽ തുടർന്നു. ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള ഓരോ ജന്മത്തിലും എൻ്റെ പാതി, എൻ്റെ പ്രണയം, എൻ്റെ ഭാര്യ, എൻ്റെ ജീവിതം എല്ലാം നീയായിരിക്കും. ഇത് ഒരു തമ്പുരാൻ്റെ വാക്കല്ല, നിന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആര്യൻ്റെ വാക്കാണ്. ആ വാക്കുകൾ കേട്ടതും മുല്ലയുടെ ചുണ്ടുകൾ വിറച്ചു. സത്യമാണോ? അവൾ കണ്ണുനീരിനിടയിൽ ചോദിച്ചു. ആര്യൻ മൃദുവായി പുഞ്ചിരിച്ചു. ഈ ചന്ദ്രൻ അസ്തമിച്ചാലും ഈ കുളം വറ്റിപ്പോയാലും എൻ്റെ വാക്ക് ഒരിക്കലും മാറില്ല. ആ നിമിഷം മുല്ലയ്ക്ക് സ്വയം പിടിച്ചു നിൽക്കാനായില്ല. അവൾ കണ്ണുനീരോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ആര്യൻ അവളെ കരുതലോടെ ചേർത്ത് പിടിച്ചു.
കുളക്കടവിലെ ഇളങ്കാറ്റ് അവരെ തലോടിക്കടന്നു. ആകാശത്തിലെ പൂർണ്ണചന്ദ്രൻ പുഞ്ചിരിച്ചു നിന്നു അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. ആ മയിൽപീലി ആര്യൻ്റെ നെഞ്ചിൽ സുരക്ഷിതമായി വിശ്രമിക്കുകയായിരുന്നു. കാലം മെല്ലെ മുന്നോട്ടു പോയി. എന്നാൽ ഓരോ ദിവസവും ആര്യൻ്റെയും മുല്ലയുടെയും പ്രണയം കൂടുതൽ ആഴം പ്രാപിച്ചുകൊണ്ടിരുന്നു. അതിനിടെയാണ് അടുത്ത ഗ്രാമത്തിലെ നല്ല സമ്പന്ന കുടുംബത്തിൽ നിന്നൊരു വിവാഹാലോചന മുല്ലയ്ക്ക് എത്തിയത്. ആ വാർത്ത കേട്ട നിമിഷം തന്നെ മുല്ലയുടെ മനസ്സ് തകർന്നു. അവളുടെ കണ്ണുകളിലെ ഭയം ആര്യൻ ആദ്യ നോട്ടത്തിൽ തന്നെ വായിച്ചെടുത്തു. ആര്യൻ്റെ മനസ്സും കലങ്ങി. മുല്ലയെ ഭാര്യയായി സ്വീകരിക്കാൻ അവൻ്റെ ഹൃദയം 1000 തവണ തയ്യാറായിരുന്നുവെങ്കിലും കോവിലകത്തിൻ്റെ ആചാരമനുസരിച്ച് മൂത്ത സഹോദരൻ ആദിദേവൻ്റെ വിവാഹം കഴിയുന്നതിന് മുൻപ് ഇളയ തമ്പുരാനായ തനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു വശത്ത് കുടുംബധർമ്മം, മറുവശത്ത് ജീവനേക്കാൾ പ്രിയപ്പെട്ട പ്രണയം. ആര്യൻ കടുത്ത ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ തൻ്റെ സ്വാധീനവും ബുദ്ധിയും ഉപയോഗിച്ച് ആരും അറിയാതെ അവൻ ആ വിവാഹാലോചന മുടക്കി. ആ ബന്ധം സ്വാഭാവികമായി വേണ്ടെന്ന് വെച്ചതുപോലെ എല്ലാവർക്കും തോന്നി. എന്നാൽ അതിന് പിന്നിൽ ആര്യൻ്റെ നിശബ്ദമായ പോരാട്ടമായിരുന്നു എന്ന് മുല്ലക്കും അവന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അന്ന് സന്ധ്യയിൽ ദേവീക്ഷേത്രത്തിലെ 1000 ദീപങ്ങൾ ജ്വലിച്ചു നിന്നു. ദേവിയെ മാത്രം സാക്ഷിയാക്കി ആരും അറിയാതെ ആര്യൻ തൻ്റെ വിറയുന്ന കൈകളാൽ മുല്ലയുടെ കഴുത്തിൽ താലി ചാർത്തി. ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിറയുന്ന വിരലുകളാൽ അവൾ ആ താലിയിൽ മൃദുവായി സ്പർശിച്ചു. സന്തോഷവും ഭയവും പ്രണയവും ഒരുമിച്ച് അവളുടെ മിഴികളിൽ തിളങ്ങി. ആര്യൻ അവളുടെ മുഖം 2 കൈകളാലും ചേർത്ത് പിടിച്ചു മൃദുവായി പറഞ്ഞു, ഇന്ന് നീ എൻ്റെ ഭാര്യയാണ്. ഇത് ലോകമറിയാൻ സമയമെടുക്കും. പക്ഷേ എൻ്റെ മനസ്സ് നിന്നെ എന്നേക്കുമായി സ്വീകരിച്ചു. മുല്ലയുടെ അതരങ്ങൾ വിറച്ചു. എനിക്ക് പേടിയുണ്ട്, പക്ഷേ തമ്പുരാനോടൊപ്പമുണ്ടെങ്കിൽ ആ പേടി പോലും എനിക്ക് മധുരമാണ്. ആര്യൻ അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ കൈവച്ചു. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല. ഇതെൻ്റെ വാക്കാണ്. അന്ന് രാത്രിയിൽ ആരും കാണാതെ ഇരുവരും കുളക്കടവിലേക്ക് നടന്നു. പടവുകളിൽ ചേർന്നിരുന്നുവെങ്കിലും അവർ ഏറെ നേരം ഒന്നും സംസാരിച്ചില്ല. പരസ്പരം കോർത്തു പിടിച്ച കൈകൾ തന്നെ അവരുടെ ഹൃദയഭാഷയായി. ഒടുവിൽ ആര്യൻ മൗനം ഭേദിച്ചു. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, അവൻ മൃദുവായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് മുല്ല നാണത്തോടെ തലകുനിച്ചു. ആര്യൻ അവളുടെ കൈ ചേർത്ത് പിടിച്ചു പുഞ്ചിരിച്ചു. ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ ഈ രാത്രിയല്ല, നമ്മൾ പരസ്പരം നൽകിയ സ്നേഹവും വിശ്വാസവുമാണ്. മുല്ല താലിയെ സ്പർശിച്ചുകൊണ്ട് മൃദുവായി പറഞ്ഞു. ഈ താലി എൻ്റെ കഴുത്തിലല്ല തമ്പുരാനെ, എൻ്റെ ഹൃദയത്തിലാണുള്ളത്. ആര്യൻ അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ തലോടി. എൻ്റെ മുല്ലപ്പൂവേ, ഒരു ദിവസം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിന്നെ എൻ്റെ ഭാര്യയായി ഈ ലോകത്തിന് മുന്നിൽ കൈപിടിച്ചു നടത്തും. മുല്ല അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ചന്ദ്രപ്രകാശവും ഇളങ്കാറ്റും കുളത്തിലെ ഓളങ്ങളും സാക്ഷിയായി ആ രാത്രി അവരുടെ പ്രണയ വാഗ്ദാനവും നിശബ്ദമായി ഹൃദയങ്ങളിൽ പതിഞ്ഞു. ആ നിശബ്ദ നിമിഷത്തിൽ ആര്യൻ അവളുടെ നെറുകയിൽ മൃദുവായൊരു സ്നേഹചുംബനം നൽകി. മുല്ല കണ്ണുകളടച്ച് ആ ചുംബനം സ്വീകരിച്ചു. ആ നിമിഷം ഹൃദയത്തിൽ അവൾ എന്നേക്കുമായി സൂക്ഷിച്ചു. ഇനി കുളക്കടവ് എനിക്കെന്നും ഓർമ്മയായിരിക്കും, അവൾ പതിയെ പറഞ്ഞു. ആര്യൻ പുഞ്ചിരിച്ചു. കുളക്കടവല്ല, എൻ്റെ ഹൃദയം സ്വന്തമാക്കിയ എൻ്റെ മുല്ലപ്പൂവാണ് എനിക്കെന്നും ഓർമ്മ. ആ വാക്കുകൾ കേട്ടത് മുല്ലയുടെ കവിളുകൾ നാണത്താൽ തുടുത്തു. അവളൊന്നും പറയാതെ വീണ്ടും അവൻ്റെ തോളിലേക്ക് ചേർന്നു. ആ രാത്രി അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ മൗനം പോലും പ്രണയം പാടുകയായിരുന്നു. നേരം വെളുക്കുന്നതിന് മുൻപേ ആരും കാണാതെ ഇരുവരും ഓരോ വഴിയായി വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം വന്ന ഓരോ രാത്രിയും ആ കുളക്കടവ് അവരുടെ പ്രണയത്തിൻ്റെ വിശുദ്ധ സാക്ഷിയായി മാറി. ചന്ദ്രവെളിച്ചവും ഇളങ്കാറ്റും മുല്ലപ്പൂവിൻ്റെ മണവും കുളത്തിലെ ഓളങ്ങളും അവരുടെ രഹസ്യ പ്രണയത്തിൻ്റെ മൗന സാക്ഷികളായി. ആരും അറിയാതെ ദേവിയെ മാത്രം സാക്ഷിയാക്കി ഭാര്യയും ഭർത്താവുമായി അവർ തങ്ങളുടെ പ്രണയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ പ്രണയം എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും വിധിയുടെ കണ്ണിൽ നിന്നത് മറയില്ല. ആ കുളക്കടവിലേക്കുള്ള അവരുടെ ഓരോ രാത്രി യാത്രയും ഒളിഞ്ഞു നിന്ന് ഒരു ജോഡി കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ അസൂയയുടെ ജ്വാല കത്തിയിരുന്നു. ആര്യനും മുല്ലയും അറിയാതെ അവരുടെ പ്രണയത്തിൻ്റെ രഹസ്യം പതിയെ മറ്റൊരാളുടെ കൈകളിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം കോവിലകത്തിൻ്റെ ആ പഴയ ഇടനാഴിയിൽ പതിയെ നടന്നു വരികയായിരുന്നു മുല്ല. മുല്ലപ്പൂവേ,
ആ ശബ്ദം കേട്ടത് അവൾ പെട്ടെന്ന് നിന്നു. മുന്നിൽ തൂണിൽ ചാരി നിന്ന് കുസൃതിച്ചിരിയോടെ ആര്യൻ. തമ്പുരാനെ. അവൾ വേഗത്തിൽ കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും ആര്യൻ ഒരു ചുവട് മുന്നോട്ട് വന്ന് വഴിമുടക്കി. ഇത്ര തിടുക്കപ്പെട്ട് എങ്ങോട്ടാ? എനിക്ക് ജോലിയുണ്ട്. ജോലി പിന്നെയാകാം. അവൾ ചുറ്റും ഒന്ന് നോക്കി. ആരെങ്കിലും കണ്ട? ഇപ്പോ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. മുല്ലയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾ വീണ്ടും പോകാൻ ശ്രമിച്ചപ്പോൾ ആര്യൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് സാവധാനം നിർത്തി. ഒരു കാര്യം ചോദിക്കട്ടെ? അവൾ തല കുനിച്ചു നിന്നു. എന്താ? ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. എനിക്കൊരു ഉമ്മ തരുമോ? ആ വാക്കുകൾ കേട്ടതും മുല്ലയുടെ കവിളുകൾ റോസാപ്പൂ പോലെ ചുവന്നു. അയ്യോ, എന്തൊക്കെ ഈ പറയുന്നേ? തരില്ല? അവൾ നാണത്തോടെ തല കുലുക്കി. ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് നാണാ. നീ എൻ്റെ ഭാര്യയല്ലേ, പിന്നെന്താ? ആ ചോദ്യം കേട്ടവൾ പെട്ടെന്ന് മുഖമുയർത്തി. മുല്ലയുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ വീണ്ടും ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം പതിയെ ആര്യൻ്റെ അടുത്തേക്ക് ഒരു ചുവട് കൂടി വന്നു. കണ്ണടക്ക്, അവൾ മൃദുവായി പറഞ്ഞു. ആര്യൻ അനുസരണയോടെ കണ്ണടച്ചു. ഒരു നിമിഷം മുല്ല വിറയുന്ന ഹൃദയത്തോടെ അവൻ്റെ മുന്നിൽ നിന്നു. നാണം കൊണ്ട് മുഖം ചുവന്നിരുന്നു. ഒടുവിൽ ധൈര്യം സമ്പാദിച്ചവൾ കാൽവിരലുകളിൽ ഉയർന്ന് അവൻ്റെ കവിളിൽ വളരെ മൃദുവായി ഒരു ചുംബനം നൽകി. അടുത്ത നിമിഷം തന്നെ അവൾ പിന്നോട്ട് മാറി. ഇനി മതി. മുഖം മുഴുവനും നാണം നിറച്ചവൾ പറഞ്ഞു. ആര്യൻ കണ്ണു തുറന്നു. കവിളിൽ അവളുടെ ചുംബനത്തിൻ്റെ മൃദുസ്പർശം ഇപ്പോഴും തങ്ങി നിന്നു. അവൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇത്രയും മധുരമുള്ളൊരു സമ്മാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മുല്ല അവരെ നോക്കി ചിരിച്ചെങ്കിലും നാണം മറക്കാൻ കഴിഞ്ഞില്ല. ഇനി വഴിമാറി നിൽക്ക്. ആരെങ്കിലും വന്നാൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങും. ആര്യൻ ചിരിച്ചുകൊണ്ട് വഴിമാറി നിന്നു. മുല്ല കുറച്ചു ദൂരം നടന്ന ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടെയായിരുന്നു അവളുടെ പ്രണയത്തിൻ്റെ ആ ചെറിയ രഹസ്യം കോവിലകത്തിൻ്റെ നിശബ്ദ ഇടനാഴി തൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചത്. മറ്റൊരു ദിവസം കോവിലകത്ത് അന്ന് അസാധാരണമായ നിശബ്ദതയായിരുന്നു. വീട്ടിലുള്ളവരെല്ലാം ദൂരെയുള്ള ഒരു വിവാഹത്തിന് പോയിരുന്നു. സുഖമില്ലെന്ന് പറഞ്ഞ ആര്യൻ മാത്രം കോവിലകത്ത് തന്നെ നിന്നു. ആര്യന് സുഖമില്ലെന്ന വാർത്ത മുല്ലയുടെ കാതിലെത്തി. മനസ്സിലൊരു അസ്വസ്ഥത. അച്ഛനും അമ്മയും പറമ്പിലേക്ക് പോയ സമയം നോക്കി അവൾ പതിയെ കോവിലകത്തിൻ്റെ മരപ്പടി കയറി. ആര്യൻ്റെ മുറിയുടെ വാതിൽ പൂർണ്ണമായി അടച്ചിരുന്നില്ല. തമ്പുരാനെ. അവൾ മെല്ലെ വിളിച്ചുകൊണ്ട് വാതിൽ തുറന്നു. അതേസമയം കുളി കഴിഞ്ഞ് വസ്ത്രം ധരിക്കാൻ ഒരുങ്ങുകയായിരുന്ന ആര്യൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇരുവരും ഒരുപോലെ അമ്പരന്നു. മുന്നിലെ സാഹചര്യം മനസ്സിലായ മുല്ല ഉടൻ തന്നെ മുഖം തിരിച്ചു. അയ്യോ, ക്ഷമിക്കണേ, ഞാൻ അറിയാതെ കയറിയതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ പുറത്തേക്കിറങ്ങി. നാണത്താൽ അവളുടെ ഹൃദയം ശക്തമായി മിടിക്കുകയായിരുന്നു. മുല്ലപ്പൂവേ. ഒരു നിമിഷം ആര്യൻ്റെ ശബ്ദം കേട്ടെങ്കിലും അവൾ വാതിലിന് പുറത്ത് തന്നെ നിന്നു. അല്പസമയത്തിന് ശേഷം വസ്ത്രം ധരിച്ച് അവൻ വാതിൽ തുറന്നു. എന്തിനാ ഇപ്പോൾ ഓടി വന്നേ? ചെറുപുഞ്ചിരിയോടെ അവൻ ചോദിച്ചു. സുഖമില്ലെന്ന് കേട്ടപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല. മുല്ല തല ഉയർത്താതെ പറഞ്ഞു. എങ്ങനെ സംഭവിക്കുമെന്ന് അവൻ മനഃപൂർവ്വം ചോദിച്ചു. തമ്പുരാനെ, കഷ്ടമുണ്ടേ. മുല്ല നാണത്തോടെ അവനെ നോക്കി. ആര്യൻ്റെ മുഖത്ത് ചിരി മൃദുവായി. ഇപ്പോൾ പനി കുറവുണ്ടോ? മുല്ല പതിയെ അവൻ്റെ നെറ്റിയിൽ കൈവച്ച് പനി നോക്കി. അതിന് ആർക്കാ പനി? ആര്യൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. പനിയൊന്നുമില്ലായിരുന്നു. എൻ്റെ മുല്ലപ്പൂവിനെ തനിച്ചാക്കി പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് പോയില്ല. ആ വാക്കുകൾ കേട്ട് മുല്ലയുടെ ചുണ്ടിലും അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ പോവാൻ ഒരുങ്ങിയതും ആര്യൻ അവളുടെ കൈ പിടിച്ച് മുറിയിലേക്ക് നടന്നു. ആര്യൻ കതകടച്ചു കുറ്റിയിട്ട് അവളുടെ അരികിലേക്ക് നടന്നു വന്നതും അവൾ നാണത്തോടെയും വിറയലോടെയും പിന്നിലോട്ട് ചുവടുകൾ വെച്ചു. ഒടുവിൽ അവൾ ചുവരിൽ തട്ടി നിന്നതും അവൻ അവളുടെ ഇരു സൈഡിലും തൻ്റെ കൈ വെച്ചു അവളെ തടഞ്ഞു വെച്ചു. ആര്യൻ അവളുടെ ഇരുവശങ്ങളിലും കൈകൾ ചുവരിൽ താങ്ങി നിന്നു. മുല്ലയുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാവുന്നത്ര ശക്തമായിരുന്നു. നാണത്താൽ അവളുടെ കവിളുകൾ ചുവന്നിരുന്നു. അവൾ മെല്ലെ കണ്ണുകൾ ഉയർത്തി ആര്യനെ നോക്കി.
അവൻ്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളെ ലക്ഷ്യം വെച്ച് നീങ്ങിയതും അവൾ മെല്ലെ കുനിഞ്ഞ് അവൻ്റെ കൈക്കടിയിലൂടെ രക്ഷപ്പെടാൻ നോക്കിയതും അവൻ നേർത്തൊരു ചിരിയോടെ അവളുടെ ധാവണിശീലയിൽ പിടുത്തമിട്ടു. മുല്ല ഒന്ന് ഞെട്ടി. തമ്പുരാനെ വിട്. ഈ തമ്പുരാനെന്ന വിളി മാറ്റാതെ ഞാൻ വിടില്ല. വിടൂന്നേ. എന്നാ അവൻ വിട്ടില്ല. അവൻ അവളിൽ നിന്നും അത് പൂർണ്ണമായും അഴിച്ചു മാറ്റിയതും മുല്ല നാണത്തോടെ കൈ പിണച്ചു കെട്ടി മുഖം തിരിഞ്ഞു നിന്നു. അവൻ അവളുടെ പിന്നിൽ വന്ന് നിന്ന് അവളുടെ കൈ ബലമായി എടുത്തു മാറ്റി അവളെ തനിക്ക് നേരെ തിരിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. ആര്യൻ അവളെയും കൈകളിലെടുത്ത് ബെഡിലേക്ക് നടന്നു. അവളെ പതിയെ ബെഡിൽ കിടത്തി അവൻ അവളുടെ അരികിൽ വന്നിരുന്നതും അവൾ നാണത്തോടെ മുഖം തിരിഞ്ഞ് ചരിഞ്ഞു കിടന്നു. ആര്യൻ നേർത്തൊരു പുഞ്ചിരിയോടെ കുറച്ചു നേരം അവളുടെ കിടത്തം നോക്കി നിന്നു. അവളുടെ ഇടുപ്പും അരക്കെട്ടും അനാവൃതമാണ്. അവൻ്റെ കണ്ണുകൾ അതിൻ്റെ സൗന്ദര്യം ഒപ്പിയെടുത്തു. മുല്ല സമ്മാനിച്ച മയിൽപ്പീലി അലങ്കാരത്തിനെന്ന പോലെ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആര്യൻ അവളുടെ അരികിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു. അവളുടെ ചെവിയോരം ചേർന്ന് മന്ത്രം പോലെ അവൻ ചോദിച്ചു, ഇനിയും എന്നിൽ നിന്നും ഒളിച്ചിരിക്കാനാണോ ഭാവം? ആര്യൻ അത് പറയുന്നതിനോടൊപ്പം ആ മയിൽപ്പീലി കൊണ്ട് അവളുടെ കയ്യിലൂടെ മുകളിലേക്ക് വിരലോടിച്ചു. മുല്ല ഒരു തരം ഇക്കിളിയോടെ പിടഞ്ഞു. ഒടുവിൽ മയിൽപ്പീലി കൊണ്ട് അവളുടെ കാതിലും കഴുത്തിലും പുറം കഴുത്തിലും ഇക്കിളി കൂട്ടിയതും അവൾ പുളഞ്ഞുകൊണ്ട് അവനെ നേരെ തിരിഞ്ഞു അവൻ്റെ കയ്യിൽ പിടിച്ചു. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. രണ്ടുപേരും കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അവനവളുടെ അതരങ്ങളുടെ മധുരം നുണഞ്ഞതും അവൾ അവൻ്റെ മുതുകിൽ പോറൽ വീഴ്ത്തി. ദീർഘചുംബനത്തിന് ശേഷം അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. മുല്ലപ്പൂവേ, ഒരു നാൾ ഞാനിവിടെ ഒരു കൂട്ടം കണ്ടായിരുന്നു. അത് ശരിക്കും ഒന്ന് കണ്ടോട്ടെ. അവളുടെ കഴുത്തിലൂടെ താഴേക്ക് വിരലോടിച്ചുകൊണ്ട് അവളുടെ കാതിൽ അവൻ സ്വകാര്യം പറഞ്ഞതും അവൾ വിറയലോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആ നിമിഷം അവൻ അവളെ ബെഡിൽ നേരെ കിടത്തി. അവൻ്റെ കണ്ണുകൾ അവളുടെ മേനിയാകെ അലഞ്ഞു നടന്നു. ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന അവളിലെ മൃദുലത ബ്ലൗസിന് മുകളിൽ കൂടി വ്യക്തമായി കാണാം. അനാവൃതമായ വെളുത്ത വയറിലെ ആഴമേറിയ ചുഴി അതവനിൽ പ്രണയത്തിനും അപ്പുറം മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ഉണർത്തി. അവൻ മയിൽപ്പീലി കൊണ്ട് അവളുടെ വയറിൽ ആഴമേറിയ ചുഴിയിൽ പതിയെ തലോടി. ആ സ്പർശനം അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. അവൾ അറിയാതെ തന്നെ അവൻ്റെ തുളി പിടിച്ചമർത്തി. ആര്യൻ്റെ കണ്ണുകളിൽ ആവേശവും അതിലുപരി അവളോടുള്ള അടങ്ങാത്ത പ്രണയവും അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ വിറയ്ക്കുന്ന നഗരങ്ങളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. തമ്പുരാനെ, അവൾ ശബ്ദമില്ലാതെ വിളിച്ചു. അവൻ അവൾക്കരികിലേക്ക് കുനിഞ്ഞു. അവൾ ചെവിക്കരികി വന്ന് പതുക്കെ പറഞ്ഞു, ഈ നിമിഷം തമ്പുരാനല്ല, നിന്റെ ആര്യൻ മാത്രം. അവൻ അവളുടെ കഴുത്തിൻ്റെ വശങ്ങളിലൂടെ താഴേക്ക് ചുംബനങ്ങൾ കോർത്തു. അവൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ വയറിൽ പതിച്ചപ്പോൾ അവൾ ശ്വാസം നിലച്ചവളെപ്പോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ ഓരോ ചലനവും അവളെ പൂർണ്ണമായും അവനിൽ ലയിപ്പിച്ചിരുന്നു. മുല്ലയുടെ നാണം പതുക്കെ പടിയിറങ്ങിപ്പോയി. പകരം ഒരു തിരിച്ചറിവിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാവം അവളുടെ മുഖത്ത് തെളിഞ്ഞു. മുല്ലപ്പൂവേ, എന്താ എനിക്ക് കാണേണ്ടത് എന്ന് ചോദിക്കാത്തത് എന്താ നീ? അവൻ്റെ ചോദ്യം കേട്ട് മറുപടി പറയാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. അന്ന് മുല്ലച്ചെടി നടാൻ വേണ്ടി വന്നില്ലേ? കുനിഞ്ഞിരുന്ന് ചെടി നടുന്നതിനിടയിലെ അറിയാതെ എൻ്റെ കണ്ണെവിടെയോ എത്തി. അപ്പോൾ ഞാനേ ഒരു കുഞ്ഞ് കറുത്ത മറുക് കണ്ടായിരുന്നു. ഒരു വട്ടമേ ഞാൻ നോക്കിയുള്ളൂ. അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ മെലിഞ്ഞു വന്നു. അവൻ്റെ കണ്ണുകളുടെ ദിശ എങ്ങോട്ടാണെന്ന് കണ്ടതും അവളുടെ മുഖം നാണത്താ ചുവന്നു. അവൾ എന്തെങ്കിലും പറയും മുൻപേ അവൻ അവളുടെ ബ്ലൗസിൻ്റെ ആദ്യ ഹുക്ക് അഴിച്ചു മാറ്റിയിരുന്നു. എതിർക്കാനാവാത്ത വിധം അവൾ അവനിൽ അടിമപ്പെട്ടു പോയിരുന്നു. ബ്ലൗസിൻ്റെ ആദ്യ ഹുക്ക് അഴിച്ചപ്പോൾ മുല്ലയുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൻ്റെ വിരലുകൾ വളരെ സാവധാനത്തിലാണ് ഓരോ ചലനവും നടത്തിയത്. ബ്ലൗസ് പതിയാകത്തി. ഇടത് മാറിനോട് ചേർന്ന് ഒരു കുഞ്ഞു കറുത്ത മറുക് അവൻ ശ്രദ്ധയോടെ നോക്കി. അവൻ പതുക്കെ കൈവിരലുകൾ കൊണ്ട് ആ മറുകിൽ തൊട്ടു. ഇതാണ് ഞാൻ അന്ന് കണ്ടത്. അതിനുശേഷം ഇതിൻ്റെ സൗന്ദര്യം കാണാൻ ഞാൻ എത്രയോ കൊതിച്ചിരുന്നു. അവൻ മന്ത്രം പോലെ അവളോട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ അവളുടെ കാതിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ മുല്ല ലജ്ജയാൽ കണ്ണുകൾ ഇറുകെ അടച്ചു. ആര്യൻ്റെ വിരലുകൾ ആ മറുകിന് ചുറ്റും വട്ടം വരച്ചുകൊണ്ട് പതുക്കെ താഴെ കരിച്ചിറങ്ങി. അവൻ്റെ ഓരോ സ്പർശനവും അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പോലെ പ്രണയത്തിൻ്റെ തീവ്രമായ വികാരങ്ങളെ ഉണർത്തിക്കൊണ്ടിരുന്നു. അവൻ ആ മറുകിൽ അമർത്തി ചുംബിച്ചു. ആ ചൂടറിഞ്ഞതും മുല്ല അറിയാതെ അവനെ മുറുകെ പിടിച്ചു.
അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു അവനെ നോക്കി. പ്രണയവും തീവ്രമായ വികാരങ്ങളും തിളങ്ങുന്ന അവൻ്റെ കണ്ണുകളിൽ അവൾക്ക് തന്നെ നഷ്ടമായി. എൻ്റെ മുല്ലപ്പൂവേ, നിന്റെ ഈ ഒരു ചെറിയ മറുകു പോലും എന്നെ ഇത്രമേൽ ഭ്രമിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ പ്രണയത്തിൽ ഞാൻ എത്രത്തോളം ലയിച്ചു പോവും? ആര്യൻ ചോദിച്ചു. മറുപടിയായി അവൾ ഒന്നും പറഞ്ഞില്ല. പകരം നാണത്തോടവൾ തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആ നിമിഷത്തിൽ ലോകം മുഴുവൻ അവരുടെ പ്രണയത്തിന് മുന്നിൽ വഴിമാറിക്കൊടുക്കുകയായിരുന്നു. ബ്ലൗസിൻ്റെ ബാക്കി ഹുക്കുകൾ കൂടി അവൻ സാവധാനം ഓരോന്നായി അഴിച്ചു മാറ്റി. തടസ്സങ്ങൾ നീങ്ങിയപ്പോൾ നിലാവിൻ്റെ വെളിച്ചം പോലെ തെളിഞ്ഞ അവളുടെ സൗന്ദര്യം ആര്യൻ്റെ മുന്നിൽ അനാവൃതമായി. ശ്വാസഗതി വേഗത്തിലായ മുല്ലയുടെ മൃദുലതയിൽ അവൾ പോലും അറിയാതെ അവൻ്റെ വിരലുകൾ തഴകി. ആര്യൻ മുല്ലയിൽ നിന്നും ഒരല്പം അകന്ന് മാറി. അവളുടെ അഴക് ആവോളം ആസ്വദിച്ചു. അവളുടെ ഭാവമാറ്റം അവനിൽ ആഗ്രഹങ്ങളുടെ കടൽ തിരമാലകൾ തീർത്തു. അവൻ അവളെ മെല്ലെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവിടുത്തെ സ്പന്ദനങ്ങൾ അവളുടെ ഹൃദയതാളവുമായി ഇഴചേർന്നു. ഇനി നീ എൻ്റേതാണ് പൂർണ്ണമായും എന്ന് മന്ത്രിച്ചുകൊണ്ടവൻ അവളുടെ നെറുകയിൽ ആഴത്തിൽ ചുംബിച്ചു. പുറത്ത് പെയ്യുന്ന മഴയെയും കുളിരിനെയും തോൽപ്പിക്കുന്ന പ്രണയച്ചൂടിൽ അവർ രണ്ടുപേരും ഒന്നായി. ഓരോ സ്പർശനത്തിലും ഓരോ ചുംബനത്തിലും അവർ തങ്ങളുടെ പ്രണയത്തിൻ്റെ പുതിയ തീരങ്ങൾ തേടിക്കൊണ്ടിരുന്നു. മുറിയിലാകെ അവരുടെ പ്രണയത്തിൻ്റെ മധുരമായ സുഗന്ധം നിറഞ്ഞു നിന്നു. കാലം അവിടെ സ്തംഭിച്ചു നിന്നതുപോലെ പ്രണയത്തിൻ്റെ ആ തീവ്രമായ നിമിഷങ്ങളിൽ അവർ രണ്ടുപേരും ഒന്നായി തീർന്നു. ആ മുറിയിലെ മയിൽപ്പീലി സാക്ഷിയായി അവർ തങ്ങളുടെ പ്രണയത്തിൻ്റെ പുതിയ അധ്യായം രചിക്കുകയായിരുന്നു. ആര്യൻ്റെ വിരലുകൾ അവളുടെ ഉടലിൽ പ്രണയത്തിൻ്റെ മന്ത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. മുല്ലാസ്പർശനങ്ങളിൽ അലിഞ്ഞു ചേർന്നു. അവരുടെ പ്രണയം ആ മുറിയിൽ ഒരു പുതിയ സംഗീതമായി നിറഞ്ഞു നിന്നു. പുറത്ത് കാറ്റിൽ ആടിക്കളിക്കുന്ന മുല്ലപ്പൂക്കളുടെ സുഗന്ധം അവരുടെ മുറിയിലേക്ക് കടന്നു വന്നു. അവരുടെ പ്രണയത്തിൻ്റെ മധുരമായ സാക്ഷിയായി മാറി. ആര്യൻ്റെ ഓരോ ചുംബനത്തിലും ഓരോ സ്പർശത്തിലും മുല്ല താൻ പൂർണ്ണമായി അവൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രണയം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയ ആ നിമിഷത്തിൽ അവർ തമ്മിലുള്ള അകലങ്ങൾ എന്നേക്കുമായി അലിഞ്ഞില്ലാതാവുകയായിരുന്നു. വൃദ്ധസ്വാമി പറഞ്ഞു നിർത്തിയ അതേ നേരം മൈലുകൾക്കിപ്പുറം ജനനയ്ക്ക് മുന്നിലെ അക്ഷരങ്ങൾ പതിയെ അപ്രത്യക്ഷമായി തുടങ്ങി. അവസാന വരിയും മാഞ്ഞതോടെ പുസ്തകം വീണ്ടും ശൂന്യമായ താളുകളായി മാറി. ഇതെന്താ സംഭവിക്കുന്നത്? ജനൻ ഞെട്ടലോടെ സ്വയം മന്ത്രിച്ചു. അതേസമയം പിന്നീട് എന്താ ഞങ്ങൾക്കിടയിൽ, അല്ല ആര്യനും മുല്ലയ്ക്കിടയിൽ സംഭവിച്ചത്? ഷോൺ ആകാംക്ഷയോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും വൃദ്ധസ്വാമിയുടെ മുഖത്ത് ഒരുതരം വേദന നിറഞ്ഞു. നിമിഷങ്ങൾ നീണ്ട മൗനം അവിടം തളം കെട്ടി നിന്നു. ഒടുവിൽ അദ്ദേഹം ഒരു ദീർഘനിശ്വാസമെടുത്തു. ഇത്ര മാത്രമേ എനിക്കും അറിയൂ. എന്താ പറയുന്നത്? ബാക്കി അറിയില്ലെന്നോ? ഷോൺ അവിശ്വസനീയതയോടെ ചോദിച്ചു. വൃദ്ധസ്വാമി പതിയെ ആകാശത്തേക്ക് നോക്കി. ഇന്ന് അമാവാസിയാണ്. ഈ കഥ എനിക്കറിയാവുന്നത് ഇത്രത്തോളം മാത്രമാണ്. അടുത്ത അമാവാസി ദിവസം ഇതിൻ്റെ ബാക്കി ദൈവം നിനക്ക് തന്നെ കാണിച്ചു തരും. ദൈവം എനിക്ക് കാണിച്ചു തരുമെന്നോ? ഷോൺ വിശ്വാസം വരാത്ത മട്ടിൽ ചോദിച്ചു. വൃദ്ധസ്വാമി അവൻ്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ഇത് വെറുമൊരു കഥയല്ല ഷോൺ, വിധി വീണ്ടും എഴുതാൻ പോകുന്ന ചരിത്രമാണ്. അടുത്ത അമാവാസി രാത്രിയിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ വാതിലുകൾ വീണ്ടും തുറക്കും. അന്ന് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകും. ആ വാക്കുകൾ അവസാനിച്ചതും കോവിലകത്തിനകത്ത് എങ്ങോ ഒരു കാറ്റ് വീശിയടിച്ചു. ആ കാറ്റ് നിദ്രയെ വന്ന് പതിയെ തഴുകി.